എല്ലാവർക്കും ദേവസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഐസോപ്രോപ്യൽ ആൽക്കഹോൾ അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ ഇല്ലാണ്ട് എങ്ങനെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊന്നും ഹാൻഡ് സാനിറ്റൈസറോ അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ക്ലീൻ ആയിട്ടുള്ള ഒരു കുഞ്ഞു ബോട്ടിലാണ്. നമ്മൾ ഈ ബോട്ടിലിനകത്തോട്ടാണ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. ഇവിടെ ഞാൻ 3 സ്പൂൺ അലോവേറ ജെൽ എടുക്കുന്നുണ്ട്. ഒരു വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അലോവേറ ജെൽ ആ ഒരു ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള അലോവേറ പതഞ്ജലിയുടെയോ അല്ലെങ്കിൽ വാവിൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ജെല്ല് ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ആക്കാൻ പറ്റും. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ അലോവേറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അലോവേറ ജെല്ല് ആ ഒരു ബോട്ടിലിനകത്തോട്ട് ആക്കുക. ഒരിക്കലും കൈ ഉപയോഗിച്ചിട്ട് ജെല്ല് അകത്തോട്ട് ആക്കാൻ പാടില്ല. ആ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് വേണ്ടത് ഡെക്ടോളാണ്. അപ്പോൾ ഡെക്ടോൾ ഞാൻ 2 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ ഡെക്ടോൾ എടുത്തിട്ട് ആ ഒരു ബോട്ടിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അലോവേറ ജെല്ലും ഡെക്ടോളും ഒരു 3:2 എന്ന റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 4 സ്പൂൺ അലോവേറ ജെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ 3 സ്പൂൺ ഡെക്ടോൾ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ എടുത്താൽ മതി. ഡെക്ടോൾ ഒഴിച്ചതിന് ശേഷം ആ ക്യാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. നല്ല രീതിയിൽ ഷേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു അലോവേറയും ഡെക്ടോളും നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷണത്തിന് അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് സാനിറ്റൈസറുകൾ. കടകളിൽ ഇവ കിട്ടാനുമില്ല ഇപ്പോൾ. ഇനി അതോർത്ത് പേടിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി ഇതുപോലെ സാനിറ്റൈസറുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരുടെയും വീട്ടിൽ മസ്റ്റായിട്ട് കാണുന്ന ഒന്നായിരിക്കും ഡെക്ടോള്. അപ്പോൾ ആ ഡെക്ടോൾ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.